ഇപ്പൊ ഉം. അവക്ക് ക്ലാസ് തന്നെ പറഞ്ഞു ക്ലാസ്
Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, madam. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning once again. Let's start. Shall we start our classes? Yes, ma'am. Yes, miss. Yes, ma'am. Yes. Yes, ma'am. Yes, ma'am. Yes, still people are joining, but our time is already 5 minutes late. I think I was waiting for you. 10:30 is your time for introduction class, isn't it? ശരിയല്ലേ? ആണ്. അപ്പൊ ഇപ്പോഴും ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Now it is 10:36. 6 minutes ഫാസ്റ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് we have to start. So before starting the classes, let me request one thing. I am going to give all mute. നമ്മളുടെ ക്ലാസ് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ ഞാനിവിടെ ഓൾ മ്യൂട്ട് കൊടുത്താണ് ക്ലാസ്സിന്. ബിക്കോസ് ഇൻ ബിറ്റ്വീനില് ഓരോ കുട്ടികളും ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോയിൻ ചെയ്ത് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ടേ അവർക്കത് മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ആ മ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തില്ല, എക്കോ വരും, അപ്പൊ ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ട് ഞാനിവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളെ എന്റെ വായ അടപ്പിച്ചിരിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇടയിൽ ഉള്ള ഡിസ്റ്റർബൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞത്. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷേ I think it is better after my class I will give you 5 or 10 minutes last, so you can ask anything. If my class have not completely നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ലാസ്റ്റ് 5 or 10 minutes തരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. So before starting our classes, let me introduce myself. My name is Nisha and I'm a teacher in this Smart Street Edu Consultancy, and I'm also from the nearest place, North Parur. ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോ നോർത്ത് പറവൂര് അടുത്ത പ്രദേശങ്ങളിൽ ഉള്ള ആരെങ്കിലും നമ്മളുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? എനിവൺ ഒന്ന് മെൻഷൻ ചെയ്യോ കമന്റില്. ആരെങ്കിലും ഉണ്ടോ? ഈ നിയറസ്റ്റ് പറവൂരിന്റെ അടുത്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ആരെങ്കിലും? ആരുമില്ല. അപ്പോ എല്ലാവരും പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരായിരിക്കാം. ആരുമില്ല. ഐ തിങ്ക് 58 സ്റ്റുഡൻസ്. ഫോർട്ട് കൊച്ചിയാണ് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത്. ഓക്കെ, ഫോർട്ട് കൊച്ചി നമ്മുടെ അടുത്ത് തന്നെയാണ്. വലിയ പ്രശ്നമൊന്നും. ചെറായി ഉണ്ട്. ഓക്കെ, വിദ്യ ഫ്രം ചെറായി. നമുക്കിവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഇനിയും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവ്രി വണ്ണിനെ നമ്മളിവിടെ പരിചയപ്പെടുക എന്നുള്ളത് ചിലപ്പോൾ അതൊരു വലിയ ടാസ്ക് ആയി മാറും. അപ്പൊ പരിചയപ്പെടൽ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നടക്കുള്ളൂ. ഐ തിങ്ക് യു ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ ഡൗട്ട്സ് ടു ബി ക്ലിയർഡ്, അല്ലെ? ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ സംബന്ധിച്ച് ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ ആകാംക്ഷയോടെ വളരെ ആകാംക്ഷയോടെ നിങ്ങൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സെഷനിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി, അല്ലെങ്കിൽ സമയം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ സമയം നിങ്ങൾ അങ്ങനെ പിടിച്ച് നിങ്ങൾ ഇവിടെ കയറിയിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ
എന്ന് പറയുന്നത് ആ ഒരു കോഴ്സ് എന്താണ് അതിനകത്ത് നടക്കുന്നത്, എന്താണ് ഇത്ര വലിയ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് മാറിയത്, അങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ട്. വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ബിഹൈൻഡ് ദിസ് കോഴ്സ്? ഈ കോഴ്സ് നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് എന്തൊക്കെ എന്താ പറയാ ജോലി സാധ്യതകൾ എവിടെയൊക്കെ ഉണ്ട് എന്നതിനെ സംബന്ധിക്കുന്നതും, ആൻഡ് റിഗാർഡിംഗ് ദ സാലറി, റിഗാർഡിംഗ് ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷൻ. ആൻഡ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് 2 പാർട്ടായിട്ടാണ് സാധാരണ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പാർട്ടാണ്, ദാറ്റ് മീൻസ് വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദിസ് കോഴ്സ്, ആൻഡ് ഓൾസോ റിഗാർഡിംഗ് യുവർ ക്വാളിഫിക്കേഷൻ ഫോർ ദിസ് കോഴ്സ്. ഈ കോഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, സാലറി, ആൻഡ് വേർ ആർ ദ ഓപ്പർച്യൂണിറ്റീസ്, ഇവിടേക്കാണ് ഈ ഒരു കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി ആറ്റ് ദ part of this intro. ഈ ഇൻട്രോന്റെ ഒരു ഹാഫ് പാർട്ട് വിൽ ബി പ്രൊവൈഡഡ് ബൈ അവർ സർ. നിങ്ങൾ നമ്മുടെ സർ ആയിരിക്കും, ജയദേവ് സർ എന്ന് പറയുന്ന സർ ആയിരിക്കും നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് സ്മാർട്ട് ശ്രീ. അപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ റിഗാർഡിംഗ് ദ എക്സാംസ്, സർട്ടിഫിക്കേഷൻസ്, അങ്ങനത്തെ സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സാറിന്റെ ബാക്കി സെഷനിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഈ 2 കാര്യം നിങ്ങൾ ആദ്യം ഓർക്കുക. ഞാൻ തരുന്ന ഇൻട്രോ ക്ലാസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണ്, എന്തുകൊണ്ട് ഇത് ഇത്ര വലിയ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയി മാറി എന്നും അതിന്റെ സാലറിയും അതിന്റെ ഓപ്പർച്യൂണിറ്റീസും അതിന്റെ സ്കോപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ഞാനത് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ still if you have any doubt, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ 5-10 മിനിറ്റ് നിങ്ങൾക്ക് തരാം. ഐ തിങ്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ടൊക്കെ അവിടെ ക്ലിയർ ആയിട്ടുണ്ടാകും. ഈ ഒരു ഭാഗത്തെ മാത്രോട്ടാ, അല്ലാതെ സർട്ടിഫിക്കറ്റ് സംബന്ധമായ കാര്യമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ സർ ആയിരിക്കും നിങ്ങൾക്ക് സമയമെടുത്ത് സർ ആയിരിക്കും അത്തരം അതിന്റെ ബാക്കി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു എന്ന് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് ഫ്രം വേർ യു ഗെറ്റ് ദ നോളജ് അബൌട്ട് ദിസ് കോഴ്സ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും ഈ ഒരു കോഴ്സിൽ നമ്മുടെ സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ജോയിൻ ചെയ്തു, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, എല്ലാവരും ഒരേ രീതിയിൽ ജോയിൻ ചെയ്യുന്നവരായിരിക്കില്ല അല്ലെ. ചിലര് അത് അങ്ങനെ ഒരു കോഴ്സ് വേർ ഇറ്റ് ഈസ് പ്രൊവൈഡ്, എവിടെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കോഴ്സ്, നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആ കോഴ്സ് എവിടെ ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയവരുണ്ടായിരിക്കാം. ചിലർ നമ്മുടെ PRS ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നത് കൊണ്ട് ആ രീതിയിലും ജോയിൻ ചെയ്തവരും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പല വ്യത്യസ്തമായ രീതികളിൽ ജോയിൻ ചെയ്തവരായിരിക്കും മിക്കവാറും എല്ലാവരും, ഒരേ രീതിയിലായിരിക്കില്ല. എന്താ പറയാ ഈ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പല ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് എന്താ വേണ്ടത്, ഒരു കോഴ്സ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ എല്ലായിടത്തും ഒരേ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇതിന്റെ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണോ? കോഴ്സസ് വിൽ ബി പ്രൊവൈഡഡ് അറ്റ് എനി റേറ്റ്സ്. പല റേറ്റുകളിൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇതൊക്കെ ഒരു ബിസിനസ് തന്നെയാണ്. ഓക്കെ, മോണ്ടിസോറി ചെയ്ത ഗൗരി ഇവിടെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ് ഗൗരി. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ എന്താ പറയാ പോസിറ്റീവ്സ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ കോഴ്സിന്റെ എന്താ പറയാ ഈ പറയുന്ന ഡ്യൂറേഷനും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും ഒക്കെ മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്തവരും ഒക്കെ ഉണ്ട്. അപ്പോ എവരി വൺ മേ ഹാവ് സം കൈൻഡ് ഓഫ് ഡൗട്ട്സ്. അപ്പൊ അത്തരം ഡൗട്ടുകൾ നമുക്കിവിടെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? വാട്ട് യു മീൻ ബൈ ദ വേർഡ് അഡ്മിനിസ്ട്രേഷൻ? എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ അതിന്റെ മീനിങ്? അഡ്മിനിസ്ട്രേഷൻ, ക്യാൻ യു ഫോളോ മീ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വ്യക്തമായി ക്ലിയർ ആണോ? സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, അതിന്റെ മീനിങ് ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ANSI പോൾ ക്ലിയർ ആണോ? അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആളെ വിളിച്ചു മാത്രം. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. അപ്പോ നമുക്ക് എന്താ പറയാ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? ഇറ്റ്സ് മാനേജ്മെന്റ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ കീഴിൽ അല്ലെ. ഒരു ഫാമിലി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് അല്ലെ. എല്ലായിടത്തും മാനേജ്മെന്റ് ഈസ് ദ എസെൻഷ്യൽ തിങ് അല്ലെ. എല്ലായിടത്തും നമുക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക നമുക്ക് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇല്ലേ, ശരിയായ രീതിയിലുള്ള മാനേജ്മെന്റ് ഇല്ല എങ്കിൽ
ശരിയായ രീതിയിൽ എവിടേക്കാണോ എന്തൊക്കെയാണോ മാനേജ് ചെയ്യേണ്ടത് അത്തരം മാനേജ്മെന്റിന്റെ അഭാവം കൊണ്ട് പല കാര്യങ്ങൾക്കും എന്താ പറയാ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എയിം ചെയ്തിരിക്കുന്ന ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഏത് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ഈസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മളിവിടെ പഠിക്കുന്നത് ടു അഡ്മിനിസ്റ്റർ എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. സി നമുക്കറിയാം all of you might have visited a hospital for some purpose. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ സന്ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇപ്പൊ ഇവിടെ ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവോ? എനിവൺ ചില ഇന്ന സ്ഥലത്ത് നീ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ നോ ഇല്ല ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് ആ ഇരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരാളെങ്കിലും അല്ലെങ്കിൽ 1-2 പേരെങ്കിലും ആൻസർ ചെയ്യും. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ പോകാത്തവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അങ്ങനെ ഒരു ആൻസർ കിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടില്ല എന്ന് ആരും പറയില്ല. ബിക്കോസ് നമ്മൾ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അസുഖങ്ങൾക്കായിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ ഒക്കെ കാണാൻ പോയേക്കതായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ കാര്യമൊന്നും ഉണ്ടാവില്ല. ആൻഡ് വെൻ യു എൻ്റർ എ ഹോസ്പിറ്റൽ യു ക്യാൻ സീ there are different departments in a hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നിങ്ങൾ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ പോകുന്ന നമുക്ക് ആവശ്യം വേണ്ട ഡിപ്പാർട്ട്മെന്റ് മാത്രം സന്ദർശിച്ച് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവുക, കോമ്പൗണ്ട് വിട്ട് പോവുക, അല്ലെ, ഹോസ്പിറ്റൽ പ്രമിസസ് വിട്ട് പുറത്തേക്ക് ചാടുക. ദാറ്റ്സ് അവർ എയിം. കാരണം എന്താ, അധിക സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമല്ല ഹോസ്പിറ്റല്, അല്ലെ. കാരണം നമുക്ക് ഇച്ചിരി എന്താ പറയാ ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയാം. രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അപ്പൊ എത്രയും പെട്ടെന്ന് അയ്യോ അധികം രോഗമൊന്നും ഉണ്ടാവല്ലേ, എത്രയും പെട്ടെന്ന് പോയി ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മാറും എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം. അല്ല ഡോക്ടർ അയ്യോ ഇന്ന ടെസ്റ്റ് ചെയ്യണം, അപ്പൊ തന്നെ നമ്മൾ ടെൻഷൻ ആയില്ലേ. അപ്പൊ ഇങ്ങനെ ടെൻഷൻ വന്നില്ലേ? നിങ്ങളെ കുറച്ച് എനർജറ്റിക് ആവ്. രാവിലെ അല്ലേ 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മുടിയായിട്ടിരിക്കല്ലേ, അതേപോലെ എനർജറ്റിക് ആവുക. ഓക്കെ. അപ്പൊ എന്താ നമ്മള് അപ്പൊ ഹോസ്പിറ്റലിൽ ഇന്ന ടെസ്റ്റ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഉള്ള ഇച്ചിരിയെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നത് അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മള് വീണ്ടും ഡള്ളായി പോകും, അല്ലെ. അപ്പൊ നമ്മുടെ ആവശ്യം വേണ്ട ഏരിയ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, രജിസ്ട്രേഷൻ പോയിന്റിൽ പോയി നമ്മളുടെ എന്താ പറയാ പേര് രജിസ്റ്റർ ചെയ്യുന്നു, നമുക്ക് അവിടുന്ന് ഒരു ടോക്കൺ മീൻസ് ഒരു ചീട്ട് തരുന്നു. ആ ചീട്ട് കൊണ്ട് നമ്മള് അവിടുത്തെ നേഴ്സോ സ്റ്റാഫോ ആരെങ്കിലും പറയും അവിടെ വെച്ച് അവിടെയാണ് നിങ്ങൾക്ക് കാണാനുള്ള ഡോക്ടർ കൺസൾട്ട് ആഫ്റ്റർ നിങ്ങളുടെ ടേൺ വരുമ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷന് വേണ്ടി വിളിക്കും. അപ്പൊ കയറുക, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കാനുള്ള ഏരിയയിലേക്കാണ് പോകേണ്ടതെങ്കിൽ മരുന്ന് വാങ്ങിക്കുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ വിട്ടുപോകുന്നു, അല്ലെ. ഇത്രയുമായിരിക്കാം. അതല്ല നമ്മളോട് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ സർജറിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയറോ ഉണ്ടെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെന്റ് കൂടി നമ്മൾ ചിലപ്പോൾ വിസിറ്റ് ചെയ്തിരിക്കും. എന്നാൽ there are another some departments which we have not visited. നമ്മൾ എന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ചിലപ്പോ പോയിട്ട് കണ്ടു എന്ന് വരില്ല. ചില ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങനത്തെയും ഉണ്ട്, അല്ലെ. ഫാർമസി കൂടാതെ, ഓപ്പറേഷൻ തിയേറ്റർ അല്ലാതെ, സ്കാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ, എക്സ്റേ യൂണിറ്റ് അല്ലാതെ, എന്താ പറയാ CSSD അതായത് സെൻട്രലൈസ്ഡ് സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. അവിടെ എക്യുപ്മെന്റുകളൊക്കെ കൊണ്ടുപോയി സ്റ്റെറിലൈസ് ചെയ്യുന്നു. നമുക്കറിയാം ഒരു പേഷ്യന്റിൽ ഉപയോഗിച്ച സാധനം മറ്റൊരാളിൽ കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ എന്താ പറയാ കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്, അല്ലെ, ചാൻസസ് ഉണ്ട്. സോ ടു അവോയ്ഡ് അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ഫ്രം ടൈം ടു ടൈം അത് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെയാണ് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയാ മോർച്ചറി ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, റേഡിയോളജി വിഭാഗം, ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് സ്റ്റഡി. നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഇതെന്തിനാ ഞാനിപ്പോ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ഇവിടെ പറയേണ്ടത് കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ടു അഡ്മിനിസ്റ്റർ ദാറ്റ് മീൻസ് ടു കോർഡിനേറ്റ്, ടു മാനേജ്, ടു സ്കെഡ്യൂൾ, ടു ഡിറക്ട് ആൻഡ് ഓൾസോ ടു ട്രാക്ക് ഈച്ച് ആൻഡ് എവറി ഇഫക്ട്സ് ഓഫ് മെഡിക്കൽ സർവീസസ്. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മാനേജ് ചെയ്യാം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ സ്കെഡ്യൂൾ ചെയ്യാം. മാത്രമല്ല ടു ഡിറക്ട് ഓൾ ദ ഇഫക്ട്സ് മെഡിക്കൽ സർവീസസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി സർവീസസ് നമ്മൾ എന്ത് ചെയ്യാം ട്രാക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ വെദർ ദേ ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി സർവീസസ്, അവിടെ നൽകുന്ന സേവനങ്ങൾ കൃത്യമായ രീതിയിലുള്ള ഗുണനിലവാരമുള്ള സേവനമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം മാനേജ് ചെയ്ത് ട്രാക്ക് ചെയ്തിട്ട് എന്താ പറയാ കൺട്രോൾ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അപ്പൊ നമ്മൾക്ക് നിങ്ങൾ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്തപ്പോ ഒരു 6 months കോഴ്സ് അല്ലേ,
6 മാസം കാലാവധിയല്ലേ ഉള്ളൂ. അപ്പൊ അതിന് അത്രയും അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു ചെറിയ കോഴ്സാണ്. അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ജോലി കിട്ടിയാൽ ചെയ്യാനുള്ളതൊന്നും അല്ല, ഒരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് അവരവർ തന്നെ മാനേജ് ചെയ്ത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകും അല്ലെ. ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, ആ കാർഡിയോളജിയുടെ ഒരു ഹെഡ് HOD ഉണ്ടായിരിക്കും. ആ ആള് എന്ത് ചെയ്യും, അതൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഫാർമസി അവിടെ ഉണ്ടായിരിക്കും ഒരു ഹെഡ്, ആ ഹെഡ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് വിൽ ബി കൺട്രോൾഡ് ബൈ ദെയർ ഹെഡ്. അവരുടേതായ ഹെഡുകൾ ആ ഡിപ്പാർട്ട്മെന്റുകൾ അവരെന്ത് ചെയ്യും, കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഇതെല്ലാം കൂടി ഒരു എന്താ പറയാ മാനേജ്മെന്റിന്റെ കീഴിൽ കൊണ്ടുവരണം. അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് ആൻഡ് യു വിൽ ബിക്കം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. സോ യു വിൽ ഹാവ് ടു ഡു സച്ച് എ ബിഗ് ടാസ്ക്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക് എന്ന് പറയുന്നത് വളരെ കുറച്ചല്ല, ഒരു കുഞ്ഞു ഭാഗത്തെ മാനേജ് ചെയ്യുകയല്ല, ഒരു വലിയ ഭാഗത്തെ നമുക്ക് എന്താ പറയാ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്താൽ പോരാ, വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ളത്. See why this hospital administration became such a demandable course. ഇത്രയും വലിയൊരു ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സായി എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാറി? പണ്ടും ഇവിടെ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നില്ലേ? ഇത്രയും വലിയ എന്താ പറയാ ആളുകൾ പറഞ്ഞു കേട്ടതൊക്കെ ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന് ഇത്ര ഡിമാൻഡും എന്താ പറയാ ആളുകൾ കുറെ പേരൊക്കെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടും കുറച്ച് ഭയങ്കര തികനിരക്കൊക്കെ കൂട്ടാൻ തുടങ്ങിയത്. എന്തുകൊണ്ട്? See, there are mainly 2 reasons for it. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഇന്ത്യ പോലുള്ള കൺട്രി ഇറ്റ്സ് എ പോപ്പുലസ് കൺട്രി അല്ലെ, മോസ്റ്റ് പോപ്പുലസ് കൺട്രി, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ടിരുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമുക്കറിയാം എന്താ പറയാ ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ ഓൾസോ ഇൻക്രീസ്ഡ് അക്കോർഡിംഗ്ലി ഓർ പ്രൊപ്പോർഷനേറ്റ്ലി. ആ ഒരു ഇത്രയും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നിരക്കിൽ തന്നെ അത്രയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആവശ്യങ്ങളും എന്ത് ചെയ്തു, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആളുകളുടെ എണ്ണം കൂടുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ രോഗങ്ങളുടെ എണ്ണം കൂടും. ആണോ? അല്ലേ? അങ്ങനെയാണോ? ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ടൈപ്സ് ഓഫ് ഡിസീസസ് ഓൾസോ ഇൻക്രീസസ് അല്ലെ. നമ്പർ ഓഫ് പേഴ്സൺസ് ദോസ് ആർ ബിക്കമിങ് ഡിസീസ്ഡ് ഓൾസോ ഇൻക്രീസസ്. ആളുകളുടെ എണ്ണം, രോഗം വരുന്ന ആളുകളുടെ എണ്ണം, പലതരത്തിലുള്ള രോഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 10-20 വർഷങ്ങൾ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം രോഗങ്ങൾ ഇങ്ങനെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നോ? നിങ്ങൾ വേണമെങ്കിൽ ഒരു സർവേയോ അല്ലെങ്കിൽ ഒരു കണക്കോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയധികം രോഗങ്ങളുടെ വ്യാപനം ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിലോ ഇപ്പൊ ഈ കറന്റ് സിറ്റുവേഷനിൽ വി ക്യാൻ സീ എനി ടൈപ്പ് ഓഫ് ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങളാണ് അല്ലെ. പനി തന്നെ, പനിയുടെ പേര് തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ പറയാൻ പറ്റും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ. ഒത്തിരി പനികൾ തന്നെ വരുന്നുണ്ട്. ഒരു മൺസൂൺ കാലഘട്ടം, നമ്മുടെ മഴക്കാലം വരാൻ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു പനി ഈ പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പനികൾ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ചിലതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള പനികളും അതെ മരണം വരെ സംഭവിക്കുന്ന പനികളും ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ, ഒരു പനിയുടെ കാര്യം പറഞ്ഞു മാത്രം. അതുപോലെ നമുക്കറിയാം ക്യാൻസർ, അതുപോലെ തന്നെ നമ്മുടെ കൊറോണയൊക്കെ വന്നപ്പോ എത്ര ആളുകളുടെ ലൈഫാണ് സ്പോയിൽ ആയത് അല്ലെ, നഷ്ടം വന്നത് അങ്ങനെയുള്ളത്. അപ്പൊ ഈ രോഗങ്ങളുടെ പെരുകലും ഇൻക്രീസ്ഡ് പോപ്പുലേഷനും ദീസ് 2 reasons are the main 2 reasons for the development of such a course. ഇത്തരം ഒരു കോഴ്സ് ഇത്രയധികം ഡെവലപ്ഡ് ആകുക അല്ലെങ്കിൽ ഇത്രയധികം ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സായി മാറിയത് പ്രധാനമായിട്ട് ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ പറയുക, ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് എന്താ പറയാ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സയൻസ് പണ്ടൊക്കെ അങ്ങനെയാ പറയാ അല്ലെ, സയൻസ് ഗ്രൂപ്പ് എന്താ പറയാ, പിന്നെ നമ്മുടെ കൊമേഴ്സ് 1st, 2nd, 3rd, 4th എന്നൊക്കെയായിരുന്നു പണ്ട് അങ്ങനെ പറഞ്ഞത്. ഫസ്റ്റ് ഗ്രൂപ്പിലൊക്കെ മാത്സ്, 2nd ഗ്രൂപ്പിലൊക്കെ സയൻസ്, 3rd ഗ്രൂപ്പ്, 4th ഗ്രൂപ്പിൽ 3rd മറ്റേ ഹ്യൂമാനിറ്റീസ് ഒക്കെ അങ്ങനത്തെ, പിന്നെ എന്താ പറയാ 4th കൊമേഴ്സ്, ഇങ്ങനെയൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് 3ആയി, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇങ്ങനെ 3ആയിട്ട് മാത്രം എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തിരിക്കണം. അപ്പൊ 10th കഴിഞ്ഞാൽ പാരന്റ്സ് എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യും, ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, സയൻസ് എടുക്കണം, സയൻസ് ആകുമ്പോ നമുക്ക് ഇങ്ങനെ പല ഏത് രീതിയിലേക്ക് വേണമെങ്കിലും പോകാം അല്ലെ. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മാറിയിട്ടാ നമ്മുടെ കുട്ടികളുടെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ മാത്രമല്ല കുട്ടികൾ ഇങ്ങോട്ട് പറയും
ഐ ഹാവ് ടു സ്റ്റഡി ദിസ്, ഇതാണ് എന്റെ ഒരു ലക്ഷ്യം, ഞാൻ ഇന്നതാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർ ഇങ്ങോട്ട് പറഞ്ഞതും. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ അന്നെന്ന് പറഞ്ഞ പാരന്റ്സിന് അതിൻ്റെതായ അറിവോ കഴിവോ അല്ലെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള മീഡിയാസും ഒന്നും അവൈലബിൾ ആയിട്ടില്ല അല്ലെ. പക്ഷേ നവഡേയ്സ് നമുക്ക് അതിന് ഒത്തിരി അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദേ ക്യാൻ ഓൾസോ സെർച്ച് ദെയർ ഓൺ. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും മാർഗങ്ങളിലേക്ക് എത്താൻ വേണ്ടി പല കാര്യങ്ങളും അവര് സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കും അല്ലെ. നമ്മളൊന്നും വേണ്ട, അവർക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എന്തൊക്കെ കിട്ടും അല്ലെ. എന്തെങ്കിലും ഇച്ചിരി ഫുഡ് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ മാത്രം നമ്മളെ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാത്തിനും ഇവര് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഗൂഗിൾ ആണ് സെർച്ച് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് പല കാര്യങ്ങളും അന്വേഷിക്കുക. ഓക്കെ, അപ്പൊ അന്നൊക്കെ നമ്മള് എന്ത് ചെയ്യുന്നു, 10 കഴിഞ്ഞാൽ ഇന്ന കോഴ്സ് എടുത്തത് എന്ന് പറയും. സയൻസ് എടുത്തവർക്ക് മാത്രമേ എന്താ പറയാ ഹോസ്പിറ്റൽസ് നഴ്സിംഗിന് പോകാം അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാം, അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ദേ ക്യാൻ ബിക്കം ദ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ. അങ്ങനെ അവർക്ക് ആരോഗ്യ സംരക്ഷണ മേഖലയുടെ ഭാഗമായിട്ട് മാറാൻ പറ്റും. ആർക്ക്? സയൻസ് എടുത്തവർക്ക് മാത്രം. എന്നാൽ നൗ സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ് അല്ലെ. ഇന്ന് സാഹചര്യങ്ങൾ ഒരുപാട് മാറി. ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും, നമുക്കിപ്പോ എന്താ പറയാ മാർക്കിന്റെ ബേസിസിലാണോ നമുക്ക് നമ്മൾ ചോദിച്ചാൽ മാത്രം പോരല്ലോ, മാർക്ക് വേണമല്ലോ. അതുകൊണ്ട് മാർക്കിന്റെ ബേസിസിലാണ് നമുക്ക് ഈ പറയുന്ന ചോയ്സുകളുള്ളൂ. സയൻസ് എടുക്കാനും കൊമേഴ്സ് എടുക്കാനും ഹ്യൂമാനിറ്റീസ് എടുക്കാനും നല്ല മാർക്കൊക്കെ വേണം സയൻസ് എടുക്കാൻ. സോ ആ മാർക്കിന്റെ ഒരു എന്താ പറയാ പോരായ്മ കൊണ്ട്, ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, സയൻസ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ആൻഡ് നമ്മളൊരു കൊമേഴ്സ് എടുത്ത കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടിയായിരിക്കാം. എനി എന്താ പറയാ +2 അല്ലെ, +2 ലെവൽ ഏത് വേണമെങ്കിലും ആകാം. നമുക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു പാർട്ടാണ് അല്ലെ. അതാണ് ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെ. എനി ലെവൽ ഓഫ് +2 അതല്ലേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സയൻസ് എടുത്തവർ മാത്രമാണോ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്? പ്ലീസ് ആൻസർ ചെയ്യാമോ? സയൻസ് എടുത്തവർ മാത്രമേ നമ്മളുടെ ഈ ഒരു ഇപ്പൊ നമ്മളിപ്പോ ഈ എൻട്രോ ക്ലാസ് കേട്ടിരിക്കുന്നവരുള്ളൂ? അല്ല. കൊമേഴ്സ് എടുത്തവരുണ്ടോ? ഉണ്ട് അല്ലെ. ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ടോ? സ്വർണ്ണോ? ഉണ്ട്. അപ്പൊ ഒരുപാട് പേര് അതെ ഇപ്പൊ എത്ര പേര് നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തു. അതെ, ഇവിടെ കൊമേഴ്സ് എടുത്തതായാലും ഹ്യൂമാനിറ്റീസ് എടുത്തവരായാലും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കാം അല്ലെ. എന്നിട്ട് പണ്ട് അങ്ങനെയല്ല, പണ്ട് സയൻസ് എടുത്തവർക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് കയറാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ ചേഞ്ച് ചെയ്തു. നൗ വി ഹാവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത. എന്നാൽ ഈ ജോലി സാധ്യത ഇനി പോകില്ല, അല്ലെങ്കിൽ ആ ജോലി നമുക്ക് വേണ്ടാന്ന് നമ്മൾ വെച്ചാൽ മാത്രമേ പറ്റുള്ളൂ, അത് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാനും കൂടി പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. കാരണം അവിടുത്തെ അത്തരം കാര്യങ്ങളൊന്നും ഇനി താഴേക്ക് പോകില്ല. നമ്മൾ പല ബിസിനസ്സും തുടങ്ങും. ചില ബിസിനസ് കുറെ നാളൊക്കെ കഴിയുമ്പോൾ ഡള്ളായി ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പാളിസാകാൻ സാധ്യതകളുണ്ട്. എന്നാൽ ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിന് ഇനി ഒരു എൻഡിലും ഡേ ബൈ ഡേ അല്ലെങ്കിൽ മന്ത് ബൈ മന്ത്, ഇയർ ബൈ ഇയർ it will become developed or improved. ഓരോ വർഷം ചെല്ലുന്തോറും മാസം ചെല്ലുന്തോറും ദിവസം ചെല്ലുന്തോറും അവിടെ ഇംപ്രൂവ്മെന്റുകളെ വരുള്ളൂ. ബിക്കോസ് കാരണം എന്താ പറഞ്ഞില്ലേ നേരത്തെ, കാരണം ഇത് തന്നെയാണ്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺസ്, ഇൻക്രീസ് ദ ടൈപ്പ് ഓഫ് ഡിസീസസ്. പലതരത്തിലുള്ള രോഗങ്ങൾ, പല ആളുകൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ, രോഗം വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവ്, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ നമുക്കൊരു ഭാഗമാകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ്, അല്ലെങ്കിൽ ഇത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പാഴാകാതെ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയവും സന്ദർഭവും കണ്ടെത്തി നിങ്ങളത് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പഠിച്ചെടുത്ത് എന്താ പറയാ എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടണം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കിട്ടണം എന്നുള്ളത് നമ്മുടെ വാശിയുടെയാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പൊ എത്രാമത്തെ നിങ്ങളിപ്പോ 17th ബാച്ച് ആണ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 17th ബാച്ച് ആണ്. ഈ 17th ബാച്ച് വരെ നിൽക്കുമ്പോൾ 16 ബാച്ചസ് ഓൾറെഡി, കുറച്ച് ബാച്ചസ് റണ്ണിങ് ആണ്, കുറച്ച് ഓൾറെഡി കഴിഞ്ഞു, കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവര് ഒരുപാട് പേര് അവരുടെ എന്താ പറയാ കരിയർ ഓൾറെഡി അവര് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ജോലിക്കൊക്കെ കയറിയവരുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ പറ്റുള്ളൂ. ഇത് എനിക്കൊന്നും പറ്റില്ല എന്ന് ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. ബി പോസിറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ബി പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഈ പറയുന്ന നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയൊക്കെ
എന്തൊക്കെയാണ് മെഡിക്കൽ കോളേജസിൽ, അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, അതുപോലെ മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളത് എത്രയും പെട്ടെന്ന് തീർത്ത് നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ്. Okay, and നമുക്കറിയാം, as you know, hospital administration is a 6 months course. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 മാസത്തെ ഒരു കോഴ്സ് ആണ്. And it is according to the growing demand for skilled professionals in rapidly increasing healthcare organization. അതായത് വളരെ എന്താ പറയാ പെട്ടെന്ന് വർദ്ധിച്ചു വരുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ പല ഡിമാൻഡുകളും എന്താ പറയാ നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് ഈ പറയുന്ന സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ കുറച്ച് ആവശ്യകതയുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്ന ഒരു ഹെഡ്, ഒരു മാനേജ്മെന്റ് ഇറ്റ്സ് വെരി വെരി നെസസറി. അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വളരെ എന്താ പറയാ ഷോർട്ട് ടേം പീരീഡിലുള്ള കോഴ്സ് ആണെങ്കിലും ഇതിന് ഇത്രയധികം ഡിമാൻഡ് വന്നത്. ഓക്കെ, ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ഹോസ്പിറ്റല് മൊത്തം എന്തൊക്കെയുണ്ടോ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ വെച്ചോ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഫങ്ഷനിങ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഭാഗത്തേക്ക് നമ്മൾ കയറുമ്പോഴാണ്. ഓക്കെ, ഇനി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതുകൊണ്ട് അതിന്റെ സ്കോപ്പ് എന്താണ്? അതിന്റെ സ്കോപ്പ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ യു കൻ ആഡ് ഓൺ യുവർ എഡ്യൂക്കേഷൻ, വൺ മോർ എഡ്യൂക്കേഷൻ. ഓക്കെ, വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? ഷാന ഫാത്തിമ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് വേഗം ജോയിൻ ചെയ്യാം. ബിക്കോസ് ബാക്കി ആർക്കെങ്കിലും എനി പ്രോബ്ലം? ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്ന് വേഗം പറഞ്ഞേ. ഇല്ല. സോ ഷാന പ്ലീസ് ഒന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, നിങ്ങളുടെ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. പെട്ടെന്ന് അല്ലെങ്കിൽ ഒന്ന് കുറച്ച് സ്ഥലം മാറിയിരിക്കാം. ഓക്കെ, യെസ്. ഇനി എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നതിന്റെ സ്കോപ്പ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ എന്താ പറയാ നമ്മളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം PG ഡിപ്ലോമ ഉള്ളവരുണ്ട്. ഓക്കെ, അതുകൂടി ഉള്ളവരുണ്ടെങ്കിൽ ഓക്കെ, അതിനകത്ത് ഒരു 6 മന്തിന്റെ കൂടെ ഒരു 4+4 മന്ത് കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയാ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ എന്താ പറയാ എഡ്യൂക്കേഷൻ, നമ്മളുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഇതിനകത്ത് ഒരു മുതൽ കൂടി ഉണ്ടാവുക എന്നുള്ളത് അതൊരു കാര്യം അല്ലെ? എന്ത് കാര്യവും അറിവുകൾ നേടുന്നത് ഒന്നും വെറുതെ അല്ല. ഇപ്പൊ ചിലപ്പോ ചില ആളുകൾ ചില കോഴ്സ് വെറുതെ അല്ല, ആ കോഴ്സ് പഠിച്ചിട്ട് വെറുതെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പറയുന്നത് ഒരിക്കലും അല്ലെ. എന്ത് കാര്യം പഠിച്ചാലും അപ്പൊ തന്നെ ജോലി കിട്ടുക എന്നുള്ളത് എന്താ പറയാ നമ്മുടെ ആവശ്യമാണ്. അത് നേടിയെടുക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണെങ്കിൽ അറ്റ് എനി കോസ്റ്റ് ഏത് വിധേനയും ഞാനത് നേടിയെടുക്കാൻ എനിക്ക് അതിന്റെ എന്താ പറയാ അതിന്റെ എനർജി ധൈര്യവും അതുപോലെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ ചിലപ്പോൾ ഉണർന്നൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അത് എന്റെ കാര്യമാണ്. അത് ഞാൻ നേടിയെടുക്കണമെങ്കിൽ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആക്ഷനാണ്, നമ്മുടെ ആക്ഷനാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നു. ഇപ്പൊ ഡിഗ്രി പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ 4 വർഷം, ഇപ്പൊ 4 വർഷമാക്കി അല്ലെ, 4 years ആക്കി. 3 years പഠിച്ച ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾ വേഗം വന്ന് ജോലിക്ക് കയറിക്കോ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് കയറ്റുന്നുണ്ടോ? പ്ലേസ്മെന്റ് ഉണ്ട്. എന്നാലും 1-2 പേർക്കൊക്കെ ചില കുട്ടികൾക്ക് അത് എന്താ പറയാ ചില ഫേംസ്, ചില ഓർഗനൈസേഷൻസ് അവിടെ നിന്ന് ചില എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതി മാത്രമാണ് അത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ എന്താ പറയാ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളുകളെയും നേരിട്ട് നിങ്ങൾ വേഗം തന്നെ ജോലിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കയറ്റുന്നില്ല. അപ്പൊ ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ആ കോഴ്സ് നമുക്ക് തരുന്ന അറിവും മാത്രമല്ല പ്ലസ് നമ്മുടെ എബിലിറ്റി, കഴിവും, കേപ്പബിലിറ്റി ടു ഏൺ എ ജോബ്, ഒരു ജോബ് നേടിയെടുക്കുക എന്നുള്ള നമ്മുടെ കഴിവുകൂടി ചേരുമ്പോഴാണ് അതിന് ഒരു എന്താ പറയാ നമ്മുടെ ലക്ഷ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലാതെ ഞാനത് പഠിച്ചത് വെറുതെയാണെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അത് ശരിയല്ല പറയുന്നത്. ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പഠിച്ചിട്ട് അയ്യോ ഞാൻ പഠിച്ചത് വെറുതെ ആയിപ്പോയി, തീർച്ചയായിട്ടും ഒരിക്കലും ആ ഒരു സെന്റൻസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല.
കാരണം അത് നമ്മൾക്ക് ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ നമ്മൾ സമ്പാദിക്കാന്ന് അസറ്റ് ഫോർ us. നമ്മളെ സംബന്ധിക്കുന്ന ഒരു വലിയ ഒരു ആസ്തിയാണത് അല്ലെ. നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പറയും അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ്, നമ്മളുടെ വീട്, പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് അസറ്റ്. ഗോൾഡ് കുറെ വാങ്ങിച്ചു വെച്ചിട്ട് ഇതൊക്കെയാണ് അസറ്റ് എന്ന്. ഇതൊക്കെ നിമിഷ നേരം കൊണ്ടൊക്കെ ചിലപ്പോ ഇല്ലാതായി എന്ന് വരാം. പക്ഷേ അറിവുകൾ ഇറ്റ്സ് എ വെരി ബിഗ് അസറ്റ്സ്. നമ്മൾ നേടുന്ന അറിവുകളൊക്കെ വലിയ സമ്പാദ്യങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ്, വലിയ അസറ്റുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ തയ്യാറെടുത്ത് മുന്നോട്ടിറക്കി അല്ലെ. ആരും നമ്മളെ വിളിച്ച് ജോലിക്ക് വരുമോ എന്ന് ചോദിച്ച് നമ്മളുടെ വീട്ടിൽ വരുമോ, നമ്മളെ അന്വേഷിച്ചു വരുമോ? ഇല്ല. വി ഹാവ് ടു സീക്ക് ഇറ്റ്. നമ്മൾ ജോബ് ആസ്പിരൻസ് ആണ്, നമ്മളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ അങ്ങനെ ഏറ്റവും നന്നായി ചെയ്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവർക്ക് ചാൻസസ് കിട്ടും. അതർവൈസ് നമ്മൾ അവിടെ ഇരിക്കൽ മാത്രമല്ലോ. അത് എത്ര വലിയ കോഴ്സ് പഠിച്ചാലും, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, വേറെ എന്ത് വലിയ ബിഗസ്റ്റ് കോഴ്സുകൾ ഒത്തിരി പൈസയൊക്കെ മുടക്കി നമ്മൾ പഠിച്ചാലും നമ്മളുടെ കഴിവ് നമ്മൾ പ്രകടമാക്കിയാൽ മാത്രമേ നമുക്കൊരു ജോബ് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എയിം ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ടു improve or to ensure the hospitals are facilitating healthy services, quality services and also it at a cost effective way. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത്? അതായത് ഹോസ്പിറ്റൽസ് ദേ ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി സർവീസസ്. അവരുടെ എന്താ പറയാ സേവനങ്ങൾ വളരെ ഗുണനിലവാരമുള്ള സേവനം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഓൾസോ അതിന്റെ ഭയങ്കര ഗുണമുള്ള സേവനമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെ എന്താ പറയാ പേഷ്യൻസിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ആളുകളെ കുത്തിപ്പിഴിഞ്ഞ് അവരുടെ നിന്ന് പൈസ ഉണ്ടാക്കുന്ന രീതിയിലാണോ? അല്ല, അത് കോസ്റ്റ് ഇഫക്റ്റീവ്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അല്ലെ, അതും കൂടി ആയിരിക്കണം. അങ്ങനെയാണ് അത്തരം ഹോസ്പിറ്റൽസ് ആണ് കൂടുതൽ ഡെവലപ്ഡ് ആക്കുക. അല്ലാതെ ഭയങ്കര കത്തിയായിട്ടുള്ള, നമ്മൾ അങ്ങനെ വാക്ക് ഉപയോഗിക്കല്ലേ, ഭയങ്കര കത്തിയാണ് ആ ഹോസ്പിറ്റല് അല്ലെ, അയ്യോ എന്തെങ്കിലും അസുഖം വേണ്ട അങ്ങോട്ട് പോകണ്ട, കാരണം എന്താ ഭയങ്കര കത്തിയാണ്. ഒത്തിരി എന്താ പറയാ ആളുകൾക്ക് ഒരുപാട് ചാർജസ് ഈടാക്കുന്നു എന്തിനു പേരിലും അല്ലെ. ഫ്രം ദ രജിസ്ട്രേഷൻ പോയിന്റ് ഓൺവേഴ്സ് നമ്മൾ ഒരു ആളെ ഒന്ന് കാണിക്കാൻ ഒരു ചീട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിന്റെ അറ്റം വരെ എത്തുമ്പോഴേക്കും ഏകദേശം നമ്മൾ കുത്തുപാല എടുക്കുന്ന രീതിയിൽ. അങ്ങനെയല്ല ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താ ഉറപ്പുവരുത്തുക, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പേഷ്യൻസിന് ക്വാളിറ്റി സർവീസസ് എൻഷുർ ചെയ്യുക. These are the two important aim of hospital administration. ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള സേവനങ്ങളാണോ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ തരത്തിലും അല്ലെ. ഒരു പേഷ്യന്റ് വരുന്നത് ഡോക്ടറെ കാണുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമല്ല, ഡോക്ടറെ കാണുന്നു, മരുന്ന് കൊടുക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, എന്തെങ്കിലും ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് ആകുന്നോ അല്ലെങ്കിൽ ICUവിൽ പോകേണ്ടി വരുന്നോ, ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എല്ലായിടത്തും ദേ ആർ ഗെറ്റിംഗ് ക്വാളിറ്റി സർവീസ്. എല്ലാ വിഭാഗങ്ങളിലും അവർക്ക് ഗുണനിലവാരമുള്ള സേവനം കിട്ടുന്നുണ്ട് കൂടി ഉറപ്പുവരുത്തുക. ഇതും രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എയിം ഓഫ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Then let's see who are hospital administrators. ഇത്രയും നേരം പറഞ്ഞത് എന്താ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. Those who manages ഹോസ്പിറ്റൽസിനെ മാനേജ് ചെയ്യുന്നവരാണ് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. എവിടെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത്? We can say that there are a number of departments. ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ആവുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ മാനേജ് ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സസ്, അവിടെയുള്ള എംപ്ലോയീസ്, സ്റ്റാഫുകൾ, ഒരുപാട് ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം 500ഓളം ജോലിക്കാരെങ്കിലും അവിടെ ഏറ്റവും കുറഞ്ഞത് വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെ. നഴ്സുമാരായിട്ടും ഡോക്ടേഴ്സ് ആയിട്ടും മറ്റ് സ്റ്റാഫുകൾ അല്ലെ, ക്ലീനിങ് എന്താ പറയാ വർക്കേഴ്സ്, CSST നേരത്തെ പറഞ്ഞതുപോലെ ഫാർമസി നടത്തുന്നവര്, അല്ലെങ്കിൽ ലബോറട്ടറിയിലുള്ളവര്, എക്സ്റേയില് ജോലിക്കാര്, അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും ടോട്ടൽ നമുക്കൊരു 500 ജോലിക്കാരെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അവരെല്ലാവരുടെയും കളക്റ്റീവ്ലി വി ക്യാൻ സേ ദം ആസ് ഹ്യൂമൻ റിസോഴ്സ്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യന്മാരായിട്ടുള്ള ജോലിക്കാർ, അതൊക്കെ എംപ്ലോയീസ് ആണ്. ടോട്ടൽ എല്ലാ ജോലിക്കാരെയും. അപ്പൊ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ് ചെയ്യണം. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, അതായത് ഹോസ്പിറ്റലിലെ പണം ഇടപാട് വിഭാഗമൊക്കെ ഉണ്ടല്ലോ, പൈസ വരുന്നത് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് പൈസ എന്താ പറയാ മരുന്ന് വാങ്ങിക്കാനോ മറ്റ് എക്യുപ്മെന്റുകളോ മെഷീനറീസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കുന്നത്. അപ്പൊ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഉണ്ട്, രണ്ടും ഉണ്ടല്ലേ. അപ്പൊ ഫിനാൻഷ്യൽ ആസ്പെക്ട് ആൻഡ് മാത്രമല്ല എന്താ പറയാ ലോസ് ആൻഡ് ഓർഡേഴ്സ്. ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെതായ ചില നിയമങ്ങളും രീതികളൊക്കെ ഉണ്ട് അല്ലെ.
ഇതെല്ലാം. അപ്പൊ ഈ പറയുന്ന എല്ലാ മേഖലകളെയും മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ദർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ മാനേജ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്തിരിക്കുന്നു. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഹോസ്പിറ്റലിന്റെ എവറി ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ, ഹ്യൂമൻ റിസോഴ്സുകൾ, ലോ ആൻഡ് ഓർഡേഴ്സ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓൾ ഹാവ് ടു ബി മാനേജ്ഡ് ഇഫക്റ്റീവ്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം അല്ലേ. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ അതിന് ഒരാളൊന്നും പോരാണ്ട് വരും. അപ്പൊ ഓഫ് ഇൻഡിവിജ്വൽസ് അതിന് വേണ്ടിയിട്ട് സ്കിൽഡ് പ്രൊഫഷണൽസിനെ നമുക്ക് ആവശ്യമുണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട്. ആൻഡ് ദാറ്റ് പീപ്പിൾ, that group of individuals are known as hospital administrators. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2, എനി +2 ലെവൽ ആണെന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് ഓൾസോ ഇത് 6 months കോഴ്സ് ആണ്. ഒരു +2 ഉള്ളവർക്ക്, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ഉള്ളവർക്കും അപ്പൊ ചെയ്യാൻ പാടില്ല എന്നല്ലല്ലോ കേട്ടോ, ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാം. അപ്പൊ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് can serve in a hospital or healthcare organization. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പഠിച്ച് +2 ഉള്ളവർക്ക് ഈ ഒരു കോഴ്സ് പഠിച്ച് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ഒരു ഭാഗമാകാം. ആൻഡ് ഓൾസോ യു മേ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെയുള്ള എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഭാഗമായി അവിടെയുള്ള ആളുകളെ സേവിക്കുക, സെർവ് ചെയ്യുക എന്നുള്ള ഒരു എന്താ പറയാ ഒരു ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഹോസ്പിറ്റലിന്റെ ഭാഗമാക്കുക എന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ബെറ്റർ ചോയ്സ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല ചോയ്സ് തന്നെയാണ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് അതുപോലെ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും അത് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് ആ തോന്നിയ നിമിഷം അല്ലെങ്കിൽ ആ തോന്നിയ ഒരു കാര്യമുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ആശംസ തന്നെ തരണം. കാരണം നമുക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമാകാൻ അല്ലാതെ മറ്റ് ഏതെങ്കിലും രീതിയിൽ പറ്റില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സുകളാണ് നമുക്ക് അതുപോലെ മറ്റ് എന്താ പറയാ സയൻസ് അല്ലാത്ത മറ്റ് ഡിഗ്രികളോ അല്ലെങ്കിൽ +2 ലെവലിലോ ഒക്കെ എടുക്കാത്തവർക്ക് പറ്റിയ ഒരു കോഴ്സ് കൂടിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും, നല്ല രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാനും കംപ്ലീറ്റ് ചെയ്യാനും എത്രയും പെട്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ as soon as possible നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി കണ്ടെത്താനും ഇടവരട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിലായിട്ട് കൂടെ കൂട്ടിച്ചേർത്താണ്. ഓക്കെ. നിങ്ങൾക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഡിപ്ലോമ, ചിലർ ഡിപ്ലോമയ്ക്ക് മാത്രം ചേർന്നവരുണ്ടായിരിക്കാം, ചിലര് ഇതിന്റെ കൂടെ PG കൂടി ചെയ്യാൻ +4 months കൂടി നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ PG കൂടി എടുക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് യു വിൽ ബിക്കം എ സ്കിൽഡ് പ്രൊഫഷണൽ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ആരാകും, ഒരു സ്കിൽഡ് പ്രൊഫഷണൽ, നല്ല സ്കിൽ ഉള്ള അല്ലെ, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറും എന്നാ പറയാ. ഓക്കെ. അത് നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ജോലി എത്രയും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. Then where are the job opportunities waiting for you? നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജോലി സാധ്യതകൾ എവിടെയൊക്കെയാണ്? നമ്മൾ വിചാരിക്കും എന്താ പറയാ, നമ്മുടെ ഇൻസൈഡും ഔട്ട്സൈഡും ഒരുപാട് പേര് അബ്രോഡ് ഒക്കെ പോയിരിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് പുറത്ത് പോകാനുള്ളവരാണെന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് കോഴ്സിന് ചേർന്നതും. അതുപോലെ തന്നെ പുറത്തുനിന്ന് പഠിക്കുന്നവരുണ്ട്. അവിടുത്തെ അവരുടെ ഒരു ചാൻസ് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഒരു ഇത് പ്രൊമോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചിലപ്പോൾ അത്രയും ആക്ട് ആവില്ല അല്ലെങ്കിൽ അത്ര എന്താ പറയാ നല്ലതല്ല എന്ന് തോന്നിയിട്ടാകാം അവിടെ നിന്നുകൊണ്ട് പുറത്തുനിന്നുകൊണ്ട് നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് അച്ഛനിമാർ നമുക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാലോ. അപ്പൊ അവരത് പഠിക്കുന്നു, അത് അവരുടെ ഒരു ജോബ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോയവരും ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് എബ്രോഡ് നമുക്ക് ചാൻസസ് ഉള്ള ഒരു ഇതാണ്. പിന്നെ എവിടേക്കാണ് നമുക്ക് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അതായത് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലുണ്ട്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസിലുണ്ട്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, rehabilitation centers and private nursing homes. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയത്തിലുള്ളതോ അടുത്തുള്ളതോ നമ്മുടെ നെയ്ബർഹുഡ് സ്ഥലങ്ങളിലുള്ളതോ ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഒരു ഹാഫ് പാർട്ട് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
നമ്മുടെ 6 months കോഴ്സ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തന്നെ കോഴ്സിന് ചെയ്തു കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ ചില കുട്ടികൾ അവിടെ പോയിട്ട് അന്വേഷിക്കും. അപ്പോ അവിടെയൊക്കെ ചെന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജോലി സാധ്യത ഉറപ്പുവരുത്താം. മിക്കവാറും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ എന്ന് മാത്രം ആലോചിച്ചിട്ടുണ്ട്. ബിഫോർ ദാറ്റ് നിങ്ങളൊരു ട്രൈ നടത്തുക അല്ലെ. നമ്മള് നേരത്തെ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വെക്കുക. ഓക്കെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് തീരട്ടെ എന്ന് മാത്രം നിങ്ങൾ നോക്കിയിരിക്കേണ്ട. തീർന്നതിൽ കിട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് എവിടേക്കാണ് ഇതിന്റെ പോസിബിലിറ്റീസ് ഉള്ളത് എന്നൊന്ന് അറിഞ്ഞു വെച്ച് അവയൊക്കെ നമ്മുടെ അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, then what about the salary of this course? നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ സാലറിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉണ്ട്. പ്ലേസ്മെന്റിന് ഹെൽപ്പ് ഉണ്ട്. അസിസ്റ്റൻസ് ഫോർ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ സാലറി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സെന്റേഴ്സിലൊക്കെ അറൌണ്ട് 10,000 to 20,000 ആണ് പെർ മന്ത്. 10 മുതൽ 20,000 രൂപ വരെ പ്രതിമാസം കിട്ടുന്ന രീതിയിൽ. ഗവൺമെന്റിൽ ആണെങ്കിൽ ഇറ്റ് ഓഫേഴ്സ് 30,000 to 40,000, 30,000 മുതൽ 40,000 വരെയുള്ള ഒരു റേഞ്ചിലായിരിക്കും സാലറി പ്രൊവൈഡ് ചെയ്യുക. ഏകദേശം അബൌട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ അവിടെ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ ടീച്ചർ പറഞ്ഞ് ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വായിച്ചിട്ട് നമ്മൾ നമ്മളുടെ കഴിവ് മികവും ഒക്കെ കാണുമ്പോൾ എന്താ പറയാ പടിപടിയായിട്ടാണ് നമ്മൾ എന്ത് ജോലിയിൽ കയറുമ്പോഴും ഫസ്റ്റ് തന്നെ ഒരു ഓർഗനൈസർ അല്ലെങ്കിൽ എംപ്ലോയർ നമുക്ക് ഇത്രയും വലിയൊരു സാലറി നമുക്ക് ഓഫർ ചെയ്യില്ല. അത് ഏത് ഓർഗനൈസേഷൻസിലും അങ്ങനെ തന്നെയാണ്. ബട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ആർ എഫിഷ്യന്റ് അല്ലെ. എവിടെ ചെന്നാലും ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ നമ്മൾ എഫിഷ്യന്റ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രൂവ് ചെയ്ത് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ സാലറിയിൽ പതുക്കെ ആളത്രേ നന്നായി ചെയ്യുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത് എന്നൊക്കെ കണ്ട് നമ്മളുടെ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അവര് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള സാലറി ഓഫർ ചെയ്യണം. അല്ലെങ്കിൽ ഇയർ ബൈ ഇയർ നമ്മുടെ സാലറി ഇൻക്രിമെന്റ് നടത്തും. അത് തുടക്കം തന്നെ അത്രയും നല്ല കിട്ടും എന്ന് ടീച്ചർ പറഞ്ഞു അല്ലെങ്കിൽ അവര് പറഞ്ഞല്ലോ ഇത് പറഞ്ഞല്ലോ നമ്മൾ ചിന്തിക്കരുത്. എല്ലാ ഓർഗനൈസേഷനും അവരുടേതായ രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ഒക്കെ ഉണ്ട്. എംപ്ലോയീസിന് എത്ര പ്രൊവൈഡ് ചെയ്യണം, ഇന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസിന് എത്ര രൂപ കൊടുക്കണ്ടേ, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കത് അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അവരുടെ പ്ലാനിങ് ആണ്. ഓക്കെ, അവരുടെ ഓർഗനൈസേഷൻ കൊണ്ടു നടക്കുന്ന ഫിനാൻഷ്യൽ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. എംപ്ലോയീസിന് എത്ര സാലറീസ് ഓരോ ലെവലിലും പ്രൊവൈഡ് ചെയ്യട്ടെ എന്നൊക്കെ. അതിൽ ഇൻക്രിമെന്റുകൾ വരുത്തേണ്ടത് ആഫ്റ്റർ ദാറ്റ്, പിന്നീടാണ്. ആളുകളുടെ എംപ്ലോയീസ് വന്നു, അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തു, അവരുടെ ജോലി മറ്റു കാര്യങ്ങളൊക്കെ എന്താ പറയാ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ബിഹേവിയറൽ പാറ്റേണും മറ്റൊക്കെ അവരുടെ ജോലിയും മറ്റൊക്കെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ് സാലറി ഇൻക്രിമെന്റുകളും പ്രൊമോഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത് നേടിയെടുക്കേണ്ടത് നമ്മളുടെ കഴിവ്. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ കഴിവ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കാനുണ്ട്. കുറച്ചൊന്നല്ല, കുറച്ചധികമൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. 4 മൊഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങളുടെ എന്താ പറയുക ഈ കോഴ്സിന്റെ ഉള്ളത്. 4 മൊഡ്യൂളുകളാണ്. ഈച്ച് ആൻഡ് എവറി മൊഡ്യൂളിനകത്ത് 11, 13, 15 ആൻഡ് എന്താ പറയാ 12 അങ്ങനെ ചാപ്റ്റേഴ്സ്, 12 ചാപ്റ്റേഴ്സ് ആണ് ആകെ ഉള്ളത്. 52 ചാപ്റ്റേഴ്സ് ആണ് ഡിപ്ലോമയിലുള്ളത് കേട്ടോ. ഡിപ്ലോമയില് 52 ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് 24 ചാപ്റ്റേഴ്സ് ഇൻ PG. PG-യിലുള്ളവരുണ്ടെന്ന് പറഞ്ഞതാണ്. PG-യില് 3 മൊഡ്യൂൾസേ ഉള്ളൂ. 3 മൊഡ്യൂൾസിൽ 24 ചാപ്റ്റേഴ്സ് ആണ്. ഓരോ മൊഡ്യൂളിലും 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. 8 into 3. ഓക്കെ, ഇനി എന്താ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മൊത്തത്തിൽ 7 മൊഡ്യൂൾസ് ആണ് കേട്ടോ. 4 + 3. അപ്പൊ 4 മൊഡ്യൂളുകളിലും ആയിട്ടാണ് കിടക്കുന്നത്. ഇതിങ്ങനെ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നമ്മള് മൊഡ്യൂൾസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെങ്കിലും ഇത് ഈ മൊഡ്യൂളുകളിലുള്ള ഭാഗങ്ങൾ ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ 13, 15, 12 ഒക്കെ ഉണ്ടെന്ന്. ആ ചാപ്റ്റേഴ്സ് ഡിവൈഡ് among the teachers and it will be provided to you. ക്ലാസ്സസ് ടീച്ചേഴ്സ് ആയിരിക്കും വന്ന് നിങ്ങളുടെ ക്ലാസ്സുകൾ എടുക്കുക. ഓരോ ടീച്ചേഴ്സും അയ്യോ ഒരു മൊഡ്യൂള് തീർന്നിട്ട് അടുത്ത മൊഡ്യൂൾ അല്ല കേട്ടോ, ഓരോ ടീച്ചേഴ്സിനും ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സ്. അപ്പൊ അവരത് വന്ന് അവരുടേതായ രീതിയിൽ അങ്ങനെ ക്ലാസ് എടുക്കും. നിങ്ങൾ അവിടെ എടുക്കുമ്പോൾ ഓരോ മൊഡ്യൂൾ സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരും, പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് നോക്കുക, നിങ്ങൾ എല്ലാ മൊഡ്യൂൾസിലെ എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചേഴ്സ് കവർ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക.
അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലേ, പറയാൻ പറ്റില്ല, ചിലപ്പോ ഏതെങ്കിലും ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും ചാപ്റ്റർ ചിലപ്പോ ഉണ്ടായി അങ്ങനെ വന്നതെന്നല്ല, മനുഷ്യരാണ് നമ്മൾ, മനുഷ്യന്മാർക്കാണ് തെറ്റ് പറ്റുക. ഇപ്പൊ ഓരോ ടീച്ചേഴ്സിന് ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോ മനുഷ്യരല്ലേ, പല ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോ ചിലപ്പോ ഏതെങ്കിലും ചാപ്റ്റർ മിസ്സായാലും നിങ്ങൾ ഓർമ്മിപ്പിക്കണം ടീച്ചേഴ്സിനെ. ഓക്കെ, അതെ, ഇന്ന ടീച്ചറെ ഇന്ന ചാപ്റ്റർ നമുക്ക് എടുത്തിട്ടില്ലല്ലോ എന്ന് പറയണം. അപ്പൊ റെസ്പെക്റ്റീവ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും അവരായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുക. അപ്പോ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താ പറയാ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ പോവുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം പറഞ്ഞതുപോലെ ഇത് 6 months ഡ്യൂറേഷനുള്ള കോഴ്സാണ്. ഒരു ചാപ്റ്ററിന് ഒരു ആവറേജ് എത്ര ഒരു മണിക്കൂറിൽ എത്ര പോർഷൻ കവർ ചെയ്യാൻ പറ്റുന്നു നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ബിക്കോസ് ഇത്രയും എക്സ്പീരിയൻസ് ആയല്ലോ, ഇത്രയും എന്താ പറയാ ആളുകളെ നമ്മൾ പഠിപ്പിച്ച് ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞു, 16th ബാച്ച് വരെ അത്രയും ബാച്ച് കവർ ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. അപ്പൊ അവർക്കറിയാം ഇത്ര സമയം കൊണ്ട് 1 hour ഒരു ടീച്ചർക്കാണ് 2 hour വെച്ച് ഓരോ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും. 2 hours ആണ് ക്ലാസ് എന്ന് മനസ്സിലായോ? ആൻഡ് യുവർ ക്ലാസ്സസ് വിൽ ബി അറ്റ് 1:30 Monday to Friday 1:30 മുതൽ 3:30 വരെ 2 ക്ലാസ് ഉണ്ടായിരിക്കും. 1:30 to 2:30 1 ക്ലാസ്, 2:30 to 3:30 അടുത്ത സെക്കൻഡ് ക്ലാസ്. ഓക്കെ, അപ്പൊ 2 ടീച്ചേഴ്സ് മാറി വരും. അപ്പൊ തന്നെ അതിനിടയിൽ ബ്രേക്ക് ഒന്നുമില്ല. ഒരു ടീച്ചർ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് അടുത്ത ടീച്ചർക്ക് എൻറ്റർ ചെയ്യാനുള്ള സമയം മാത്രമേ പോകുന്നുള്ളൂ. അത് അധിക സമയം പോകില്ല, 1 or 2 minutes, അത് മാക്സിമം ആണ്. 2 minutes ഒന്നും എടുക്കില്ല. 1 minute കൊണ്ട് ടീച്ചേഴ്സ് ഓൾറെഡി അവിടെ എന്താ പറയാ റെഡി ആയിട്ട് നിൽക്കായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 1:30 to 3:30 ആണ് ക്ലാസ് എന്ന് ഓർക്കുക. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മൺഡേ ഫ്രൈഡേ മാത്രം ക്ലാസ് ഉണ്ടെന്നല്ലോ പറഞ്ഞത്. Monday to Friday 1:30 മുതൽ 3:30 വരെ ആയിരിക്കും ക്ലാസ്സസ്. അക്കോർഡിംഗ് ടു ദ ടൈം ടീച്ചേഴ്സ് വിൽ കം ആൻഡ് ടേക്ക് യുവർ ക്ലാസ്സസ്. അപ്പൊ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേട്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും നമുക്ക് തന്നെ ക്ലിയർ ചെയ്തു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനി അതർ മാറ്റേഴ്സ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോർഷൻസിലല്ല അല്ലാതുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞാൽ മതി. എന്റെ പേരെന്താ? ആരും അറിഞ്ഞില്ല ഞാൻ പേര് പറഞ്ഞത്? പേര് പറഞ്ഞോ ഞാൻ? ഈ ആരിവിടെ? ഓക്കെ, ഗോപിക. ഗോപിക നമ്മുടെ പഴയ സ്റ്റുഡന്റ് ആണോ? അങ്ങനെ ഒരു ഗോപിക യെസ് അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേര് എന്റെ മനസ്സിലായി. ഗോപിക സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, യെസ്, എലീഷ എന്നാണ് എന്റെ പേര്. അപ്പൊ എലീഷ മനസ്സിലാക്കാം പറയാം. ഇന്ന് മനസ്സിലായ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നാൽ എന്താ പറയാ നിങ്ങളുടെ ഈ കോഴ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യമാകട്ടെ, ടീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ ഇപ്പൊ മനസ്സിലാകാത്തതോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാത്ത ആ ടീച്ചർ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ക്ലിയർ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ, അതായത് ഇഫ് യു ഹാവ് എനി കംപ്ലൈന്റ്സ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. നിങ്ങളുടെ എന്തെങ്കിലും പരാതികളോ മറ്റു പരിഭവങ്ങളോ അല്ലെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം they cannot make any solution. അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം ഉണ്ടാകാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചു വരില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണാമെന്ന് ഏതെങ്കിലും ടീച്ചേഴ്സിനോട് പറയുക. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒരാൾക്ക് മാത്രമുള്ള കംപ്ലൈന്റ് ആകണം എന്നില്ല. എല്ലാവരും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് സൊല്യൂഷൻ അതിനുള്ള ഉത്തരമോ അല്ലെങ്കിൽ പരിഹാരമോ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പഠിപ്പിക്കുന്ന കാര്യമല്ല അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ, പഠിപ്പിക്കുന്നതിൽ സംശയം ഉണ്ടെങ്കിൽ ആ ടീച്ചറിനോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ടീച്ചർ ഇന്ന ടോപ്പിക് എടുക്കുകയാണ്, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ടീച്ചർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് ബുക്കോ നോട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആയില്ല, ടീച്ചർ പറഞ്ഞത് മനസ്സിലായില്ല, ടീച്ചറെ സ്റ്റോപ്പ് ചെയ്യും. ആ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടി വൺസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടണം. എന്റെ ആവശ്യം എന്റേത് മാത്രമാണ്. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നത്. അവർക്കൊക്കെ മനസ്സിലായി, ഞാൻ മനസ്സിലായില്ലാതെ എങ്ങനെ പറയും എന്ന് വിചാരിച്ചിരുന്ന നമ്മളെ കാര്യം നടക്കുന്നുണ്ട്. ഓക്കെ, എന്റെ കാര്യം പറയാൻ ഞാൻ തന്നെയാണുള്ളത്, എന്റെ കാര്യം പറയാൻ വേറൊരാളില്ല എന്ന് ചിന്തിക്കാം നിങ്ങൾ. ഓക്കെ, നമ്മളുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും എന്ത് കാര്യമാണെങ്കിലും ഞാൻ പോയി പഠിക്കുന്നത് അത് മാത്രമല്ല പറയുന്നത്, ഞാൻ ചെയ്യേണ്ട കാര്യം ഇറ്റ്സ് മൈ ഡ്യൂട്ടി, എന്റെ കാര്യം.
ഞാൻ തന്നെ ചെയ്താലേ അതിന് എനിക്ക് അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതർവൈസ് ഞാൻ അവരോട് പറഞ്ഞു ഇത് ശരിയാക്കി തരും, ഇവരോട് പറഞ്ഞു ഇത് ശരിയാക്കി തരും, ആരും ശരിയാക്കാൻ പോകില്ല. ഞാൻ ശരിയാക്കണമെങ്കിൽ ഞാൻ തന്നെ മുൻകൈയിട്ട് ഇറങ്ങണം, അല്ലേ? ശരിയല്ലേ? അങ്ങനെയായിരിക്കണം നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്താൽ nothing will be possible. ഓക്കെ, അപ്പൊ എല്ലാം പോസിബിൾ ആകണമെങ്കിൽ we have to try, we have to make attempts. നമ്മൾ തന്നെ പരിശ്രമിക്കണം, നമ്മൾ തന്നെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പൊ അത് ടീച്ചറോട് പറയുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിലും ബാക്കിയുള്ളവർ അത് കേട്ടോട്ടെ, അവർക്ക് ഒന്നുകൂടി മനസ്സിലായിക്കോളുമല്ലോ. അപ്പൊ ഇയാൾ ചോദിക്കുമ്പോ ചിലപ്പോ അയ്യോ എനിക്ക് മനസ്സിലായിണ്ടായില്ല, അതിലെങ്ങനെ ചോദിക്കുന്നു വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു. അപ്പൊ ആള് ചോദിച്ചു, ഓക്കെ താങ്ക്സ് എന്താ മനസ്സിൽ പറയും, താങ്ക്സ് എന്താ ആരെങ്കിലും പേര് വിളിച്ചിട്ട് പറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കുക. അതല്ലാത്ത റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുക. എല്ലായിരിക്കാം നിങ്ങൾക്ക് സമയത്ത് വന്ന് എന്തിനെ കുറിച്ചാണ് ഡൗട്ട് എന്നോ അല്ലെങ്കിൽ എന്താണ് അതിനുള്ള മറുപടിയുമായിട്ട് ചിലപ്പോ ഞാനായിരിക്കും വരിക. അപ്പൊ അതിന് മറ്റുള്ളവരെ ശല്യം ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആകുക എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിശാസ്ത്രം കാണണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ ഒരു പ്രശ്നം എന്താണോ അല്ലെങ്കിൽ പ്രോബ്ലം എന്താണോ നമ്മൾ അവരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ടീച്ചേഴ്സിനോട്. കാരണം അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ അവര് എടുക്കുന്ന ടോപ്പിക്കുകളുടെ എടുത്തു തീർക്കാനുള്ള ആ ഒരു ഇത് അവിടെ നഷ്ടപ്പെടുന്ന സമയം പോകുമ്പേ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുക. ഈ പറഞ്ഞതുപോലെ ലാസ്റ്റ് 5 or 10 minutes നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ടീച്ചർ ഓൾ മ്യൂട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് അന്നേരം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്തരം നിങ്ങളെ പഠിപ്പിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതല്ല ഇന്നൊരു സംശയം അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, അതിന് ശാസ്ത്രോട് പറയാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ടീച്ചർ വന്ന് എന്നെ അപ്പൊ തന്നെ വിളിച്ചോളൊക്കെയാണ് നേരം അപ്പൊ തന്നെ വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടോ? പ്ലീസ്. ഓക്കെ, യെസ്. അപ്പൊ വളരെ എന്താ പറയാ നല്ലൊരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് ചേർന്നിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ അത് പഠിക്കാനും കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും. once again I wish you all the best, each and everyone. ഓക്കെ, ഇനി നിങ്ങളുടെ ടേൺ ഇതിന്റെ പറഞ്ഞല്ലോ ടീച്ചറിന്റെ ക്ലാസ്. അപ്പൊ സാറിന്റെ ക്ലാസ് അടുത്ത ദിവസങ്ങളിലായിരിക്കും. സാറിന് വരാനിരുന്നതാണ്, പക്ഷെ സാറിന് ആക്ച്വലി ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ചിലപ്പോ വരാൻ പറ്റില്ല എന്നായിരിക്കാം. അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോ അടുത്ത ദിവസങ്ങളിലായിരിക്കും. ചിലപ്പോ നമ്മുടെ പറഞ്ഞല്ലോ എന്നാ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നേ. ക്ലാസ് എന്നാ നമ്മൾ ഇൻട്രോ ക്ലാസ് ആണ് കേട്ടത്. നമ്മുടെ കോഴ്സ് ക്ലാസ് ശരിയായിട്ട് തുടങ്ങുന്നത് എന്നാ എന്തെങ്കിലും അറിയോ അതിനെ കുറിച്ച്? 26 എന്നാ നാളെ 28th. യെസ്, അശ്വതി 28th ആണ്. കാരണം എന്താന്ന് അറിയട്ടെ, ഇനിയിപ്പോ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു നമ്മൾ 26th വെച്ചിരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു 26th വെച്ചിരുന്നത്. അത് ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. ഓക്കെ, ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നാളെ നടത്താനിരുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്നത്തേക്ക് വെച്ചത്. മേ ബി സാറിന്റെ ബാക്കി ഇൻട്രോന്റെ ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ സാർ വന്ന് എടുത്തോളായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ടു യു. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ച് കേൾക്കാം. ഞാൻ പറഞ്ഞു നാളെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് തരുന്ന ലഭ്യമാകുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് നിങ്ങൾ അതിന് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യാം. ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ ഇൻട്രോയുടെ ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ നാളെ അറ്റൻഡ് ചെയ്യാം. അതെല്ലാം മേ ബി മൺഡേ ആണെങ്കിൽ മൺഡേ ആസ് യൂഷ്വൽ നിങ്ങളോട് പറഞ്ഞതുപോലെ ഉള്ള സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, ക്ലാസ് റെക്കോർഡഡ് ആക്കി ഇപ്പൊ നമ്മൾ ഈ ലൈവ് റെക്കോർഡ് ചെയ്യാണ്. ഈ ഒരു ഇൻട്രോ സെഷൻ ഇവിടെ റെക്കോർഡഡ് ആണ്. Those who are unable to attend this live classes, this recorded classes will be provided. ഇന്ന് നടത്തിയ നമ്മളുടെ ഈ ഒരു ലൈവ് സെഷൻ, ഇന്നത്തെ ലൈവ് സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല. 74 അത്രയും കുട്ടികളെ ഉള്ളൂ. കുറച്ചുകൂടി അധികം കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇന്ന് ലൈവില് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അവർക്ക് കേൾക്കട്ടെ എന്തൊക്കെയാണ് നമ്മൾ ഇതുപോലെ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സസും റെക്കോർഡ് ചെയ്യും. എല്ലാ ദിവസത്തെയും ക്ലാസ്സസ് റെക്കോർഡ് ചെയ്യും. അതാണ് ഓൺലൈൻ എടുക്കുന്നതിന്റെ മറ്റൊരു കാര്യം. ഇത് റെക്കോർഡ് ചെയ്ത് എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. നമ്മളുടേതായ ചില ആവശ്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരും.
നമുക്ക് പുറത്തിരുന്നിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല, ചിലർക്ക് കാണാൻ പറ്റും, പുറത്താണെങ്കിലും ചിലർ അത് ആ സമയത്തിന് കയറി അത് അറ്റൻഡ് ചെയ്യും, ചിലർ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഫോം ചെയ്യുന്നുണ്ടാവും. അതിലേക്കായിരിക്കും നിങ്ങളുടെ നോട്ട്സും നിങ്ങൾക്ക് ഈ റെക്കോർഡിന്റെ ക്ലാസ്സും ഒക്കെ എടുത്തു തരാം. അപ്പൊ ഇപ്പൊ ചിലപ്പോൾ ക്ലാസ്സിൽ എടുത്തു ടീച്ചർ ലൈവിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിലും അതെ ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ചിലപ്പോ ക്ലാസ്സിൽ ഇരുന്നിട്ട് എനിക്ക് മനസ്സിലായില്ല, അപ്പൊ അത് എന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്നും കൂടി എനിക്ക് കേൾക്കണം, കാണണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് കേട്ടവർക്കും അല്ലെങ്കിൽ ക്ലാസ്സിൽ ലൈവിൽ ഉണ്ടായിരുന്നവർക്കും വേണമെങ്കിൽ അവിടെ പോയിട്ട് അത് നോക്കി കാണാൻ സാധിക്കും. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ഡെയിലി നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് വരും. അപ്പൊ ആ മോക്ക് ടെസ്റ്റ് നമ്മൾ ആ പഠിപ്പിച്ച ഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ അതിന്റെ ആൻസർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്രത്തോളം പഠിച്ചു മനസ്സിലാക്കി എന്നൊക്കെ ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാനാണ് അത്തരം മോക്ക് ടെസ്റ്റുകൾ ഡെയിലി നടത്തുന്നത്. ആൻഡ് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പൊ ക്ലാസ്സസിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നും അതിന്റെ സാധ്യതകളും അതിന്റെ സാലറിയും അതിന്റെ ക്വാളിഫിക്കേഷൻസും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുന്നതാണ് എന്റെ വിശ്വാസം. റൈറ്റ്, ശരിയാണോ? ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും, ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയാണ് മോക്ക് ടെസ്റ്റും നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു എന്താ പറയാ, നിങ്ങൾ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ എന്താണ് ഇവിടെ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ആ ഡൗട്ട്സ് ഒക്കെ ഏകദേശം ഈ ഒരു എന്റെ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് വിശ്വസിക്കുന്നത്. റൈറ്റ്, നിങ്ങൾക്ക് അല്ലെ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് എല്ലാവർക്കും അത്തരം കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. യെസ്, ഓക്കെ. മാഡം ഒരു ഡൗട്ട് ചോദിക്കാവോ? മാഡം അത് ഇപ്പൊ നമുക്ക് ഈ 6 months കോഴ്സ് എന്ന് പറയുമ്പോ UG അല്ലേ വരുന്നേ? 6 months കോഴ്സ് UG ഡിപ്ലോമ. ഡിപ്ലോമ. അപ്പൊ നമുക്ക് PGക്കും നമുക്ക് ഇപ്പൊ എടുക്കുന്ന 6 months കോഴ്സിനും സെയിം നോട്ട്സും സെയിം ടെക്സ്റ്റ് ബുക്സ് ഒക്കെ തന്നെയാണോ വരുന്നത്? അല്ല, PG ഇതിന്റെ എക്സ്റ്റൻഷൻ അല്ലേ? ഇത് ഡിപ്ലോമയിൽ നിങ്ങൾക്ക് 6 months കോഴ്സ് ആണ്, പ്ലസ് 4 months കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ PG കൂടി കവർ ചെയ്ത് നിങ്ങൾക്ക് ഇറങ്ങാം. അപ്പൊ അതിന് വേറെയാണ്, അതിനാണ് ഞാൻ പറഞ്ഞത് മൊത്തം 7 modules ആണ്. ഡിപ്ലോമ പ്ലസ് PG 7 modules ആണ് നിങ്ങൾക്ക്. അപ്പൊ PGക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ പേര് കവിരാജ് ആണോ? കവിരാജ്. കവിരാജ്. അപ്പൊ PGക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ ആ PG ക്ലാസ് ഇത് കഴിയുമ്പോൾ, അതായത് ഡിപ്ലോമ കവർ ചെയ്ത് കഴിയുമ്പോൾ, അതിന്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ അടുത്തത് എന്താ പറയാ PGയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയും മാം. അതായത് 6 months ശേഷമല്ലേ PGയുടെ ഓക്കെ ഓക്കെ. അല്ലാതെ ഡിപ്ലോമ കഴിയാതെ നമുക്ക് PGയിലേക്ക് കടക്കാൻ പറ്റുമോ? ആലോചിച്ചോക്കിയേ, ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് PG ചെയ്യാൻ പറ്റുക. അത് എനി ഡിഗ്രി അങ്ങനെ തന്നെയല്ലേ, ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ PG ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം. അതെ, ക്ലിയർ ജെയിൻ മേരി, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടേ. എന്താ ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തത് പിന്നെ ചോദിക്കാൻ വേണ്ടിയില്ല. ഡിസ്റ്റർബൻസ് ആകും തീർച്ചയായിട്ടും. ഒരാള് തന്നെ അൺമ്യൂട്ട് ചെയ്താലും ഭയങ്കര ഒച്ചയുണ്ടാകും, എക്കോ വരും. മാമിന്റെ ഫോൺ നമ്പർ തരുമോ? ആദ്യം അടിച്ചിട്ട് വരാം. എന്തോ എനിക്ക് പറഞ്ഞത് മാം റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കേൾക്കുന്നത് അപ്പൊ എങ്ങനെയാ? അപ്പൊ ഇന്നത്തെ ലൈവ് സെക്ഷൻ നെക്സ്റ്റ് ഡേ ആണോ കേൾക്കുന്നത്?
Yes. ഇന്നത്തെ live class നമുക്ക് Google ആണ്. ഇത് Google ആണല്ലോ record ചെയ്യുന്നത്. അപ്പൊ Google record ചെയ്തിട്ട് നാളെ നമുക്ക് തരും. നാളെ നിങ്ങൾക്ക് upload ചെയ്യാം. Okay. നാളെ ആയിരിക്കും നിങ്ങൾക്ക് അത് upload ചെയ്ത് കിട്ടുക. Okay. Okay, ma'am. Okay. നമ്പർ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരാൾക്ക് തരാം. അതല്ല, ഞാനിവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടാവും. ഞാനിവിടെ അപ്പുറത്തെ റൂമിലുണ്ടാവും. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മറുപടി ആൻഡ് നിർബന്ധമാണെങ്കിലും ശ്രമിക്കണം. ജെയിൻ മേരി ആണല്ലോ ചോദിച്ചത്. 8, 9. യെസ് മാം, ജെയിൻ മേരി ആണ് ചോദിച്ചത്. ഞാൻ ഐ ആം ഫ്രം ഇടുക്കി. It's okay. Please write down 8, 9, 4, 3, 5, 7. 8, 9, 4, 3. മാം കാൻ ക്ലിയർ. ഇവിടെ ഇടയ്ക്ക് വല്ലപ്പോഴും കാണുള്ളൂ. എന്തോ 8, 9, 3, 3, 4.